ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിശ്വസം അവർ ചെയ്യുന്ന ജോലിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന കുറേ വാക്കുകളും ഒക്കെ കിട്ടുന്ന ഒരു വലിയ ദിവസമാണെന്ന്. പക്ഷേ ഡോക്ടേഴ്സ് എന്ന് മാത്രമല്ല, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന സർവീസിനെ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഓർക്കുക മാത്രമല്ല, യുനോ ഈച്ച് ടൈം നമ്മൾ ആ ഒരു സർവീസിലൂടെ പോകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഓവറോൾ വേൾഡിലെ മെഡിസിൻ എന്ന് പറയുന്ന വലിയൊരു ബ്രാഞ്ചിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല നമ്മുടെ രാജ്യം സംഭാവന ചെയ്തിരിക്കുന്നത്. നോളജിലാണെങ്കിലും വേരിയസ് സർജിക്കൽ ഇൻ്റർവെൻഷൻസിലാണെങ്കിലും ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ബട്ട് അപ്പോൾ തന്നെയും മെഡിക്കൽ പ്രൊഫഷണൽസിലെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ വെൽബീയിങ് എത്രത്തോളം നമ്മുടെ രാജ്യം കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് പ്രൊട്ടക്ഷൻ, ഒരു പ്രൊട്ടക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ മറ്റുള്ള ഡ്യൂട്ടി ഏരിയാസിലും അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം എന്തുമാത്രം പ്രശ്നങ്ങളാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെളിവാണ് എത്രമാത്രം പ്രൊട്ടക്ഷനാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതല്ലേ. സോ ഇതൊരിക്കലും ഒരു ബ്ലെയിമിങ് അല്ല, ബട്ട് വി ഹാവ് ടു തിങ്ക്. അത് തിങ്ക് ചെയ്താണല്ലോ പിന്നെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. സോ ഒരു ചേഞ്ചിൻ്റെ ആദ്യത്തെ പടി എന്നതിലോളം നമുക്ക് ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ മെഡിക്കൽ സിസ്റ്റത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ലൈഫ് എന്ന് പറയുന്നത് അതൊരിക്കലും വേറൊരു മനുഷ്യൻ്റെ കൺട്രോളിലല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു മെഡിക്കൽ സിസ്റ്റത്തിലുള്ളവരെ നമ്മൾ യൂഷ്വലി വിളിക്കുന്നൊരു പേരാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന്. അതിനൊക്കെ സ്പെസിഫൈ ചെയ്തൊരു വർക്ക് കെയർ. ഓൾറെഡി ഉള്ള ഹെൽത്തിനെ കെയർ ചെയ്യുന്നവർ മാത്രമാണ് ഈ പറയുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും. അവർ ഒരിക്കലും ഒരു ലൈഫ് ഗിവിങ് അല്ലെങ്കിൽ ഒരു ലൈഫ് എൻഡ് ചെയ്യാൻ പോകുന്നതിനെ പെട്ടെന്ന് ഇവർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നവരോ ഒന്നുമല്ല. ഈ കാലങ്ങളുടെ ഇടയിൽ ഇത്ര നാളും നമ്മൾ ഹ്യൂമൻ ബോഡിയെ പഠിച്ചതിലും അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിലും ഇതുവരെ കണ്ടുപിടിച്ച ഡ്രഗ്സ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആ ഒരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുള്ളത്. സോ ഹ്യൂമൻ ബീയിങ്സിനെ പറ്റിയുള്ള സ്റ്റഡീസും ഇൻവെസ്റ്റിഗേഷൻസും പണ്ടത്തേക്കാളൊക്കെ ഒത്തിരി ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിൽ കാണാൻ പറ്റും. ഇനി അങ്ങോട്ട് പോകുന്തോറും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ബട്ട് കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ പഠിച്ച് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക മാത്രമാണ് ഈ ഒരു പ്രൊഫഷനിൽ ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം പലപ്പോഴും ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കുക, ഫോർ എക്സാമ്പിൾ മരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അവരൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയതെന്നാണ്, ഇല്ലേ? അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ കാറ്റഗറി വരുന്നവരെ എല്ലാം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. വി കനോട്ട് സ്റ്റോപ്പ് സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ ഡ്യൂട്ടീസിനെ നമുക്ക് സിമ്പിളൈസ് ചെയ്യാൻ നമുക്കിടെ ഒരു മൂവിക്ക് കഴിയും. എല്ലാവർക്കും അറിയാമായിരിക്കും, വെള്ളാനകളുടെ നാടെന്ന് പറഞ്ഞൊരു പഴയ മൂവി. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സീനാണല്ലേ മറ്റേ ആ ഒരു വലിയ വണ്ടി, ട്രക്കല്ലല്ലോ അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അമ്മാവൻ വണ്ടി എന്നാണ്. റോഡൊക്കെ നമ്മൾ ഈ മിറ്റിലൊക്കെ ഇട്ട് ശരിയാക്കാൻ പോകുന്ന വണ്ടി. ഈ വണ്ടി പോയി മറ്റേ ഭിത്തിയിലിടിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സീനിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് ഈ ഒരു മെഡിക്കൽ ഹെൽത്ത് കെയർ ടീം ആക്ച്വലി ചെയ്യുന്നതെന്ന്. സോ ഈ അമ്മാവൻ വണ്ടിയെ നമുക്കൊരു പേഷ്യൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ആ വാളെന്ന് പറയുന്നത് ഡെത്ത്, മരണമെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ കൂടി നിൽക്കുന്ന ലാലേട്ടൻ ആൻഡ് അതർ ടീംസാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. സോ ഈ വണ്ടി ഉരുണ്ടുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനിച്ചവർ എന്നായാലും എപ്പോഴെങ്കിലുമൊക്കെ മരിക്കുമല്ലോ ഗൈസ്. സോ അതിനൊക്കെ പല പല കാരണങ്ങൾ കാണും. സോ എന്തായാലും ഈ വണ്ടി നമ്മുടെ ജീവിതം എന്ന് പറയുന്ന വണ്ടി ഉരുണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ദിവസം അതവിടെ പോയിട്ടിരിക്കും. സോ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര ഇതിനെ ലാഗ് ചെയ്യിക്കാൻ പറ്റുമോ അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമുക്കൊരിക്കലും ആ റോഡിനെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ വാളിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റാനോ കഴിയുകയില്ലേ. ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് വെച്ചാൽ ആ വണ്ടി എത്രയും ലാഗ് ചെയ്യിക്കാൻ പറ്റുമോ അത്രയും ലാഗ് ചെയ്യിച്ച് അവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അത് തന്നെയാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു അസുഖങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഡാമേജസോ നമ്മുടെ ബോഡിക്ക് സംഭവിക്കുമ്പോൾ ചില സമയത്ത് വണ്ടി സ്പീഡിൽ പോകാം, പക്ഷേ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ ലാഗ് ചെയ്യിക്കുകയാണ്. നമുക്കൊരിക്കലും ആ ഭിത്തി എന്ന് വെച്ചാൽ മരണത്തിനെ എടുത്ത് മാറ്റാൻ കഴിയുകയില്ല. എപ്പോഴെങ്കിലും സംഭവിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോളജ് വെച്ച് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻസ് സയൻറ്റിസ്റ്റുകളൊക്കെ എവിടെ വരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അതൊക്കെ വെച്ച് നമുക്ക് എത്രയും ലാഗ് ചെയ്യിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ലാഗ് ചെയ്യിക്കും. അങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. ചില സമയം അത് സക്സസ് ആവും, ചില സമയം സക്സസ് ആകത്തില്ല. കാരണം നമ്മുടെ ഹ്യൂമൻ ബോഡി നമ്മളിങ്ങനെ ഇരിക്കുമെങ്കിലും നമ്മളെന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ബീയിങ് ആണ്. ചില സമയത്ത് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്
എക്സ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും ഡിസീസ്ഡോ ഇൽഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ വന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതൊക്കെ വഴിയെ പോകാൻ തമ്പുരാന് മാത്രം അറിയാം. സോ ഇറ്റ്സ് എ കോംപ്ലെക്സ് തിങ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവൈൽഡ് ആയിട്ടുള്ള നോളജ് വെച്ച് പരിഹരിക്കാൻ നോക്കുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു ലാഗിങ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ഇത് ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. സോ എല്ലാ ഡോക്ടേഴ്സിനും ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.